കേട്ടറ്റിൻ്റെ മലയാളം വിഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, തമിഴ് സാഹിത്യത്തിലെ കാവ്യയുഗ്മം അല്ലെങ്കിൽ ഇരട്ട കാവ്യങ്ങൾ എന്നറിയപ്പെടുന്ന കൃതികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ചിലപ്പതികാരവും തിരുക്കുറളും, മണിമേഖലയും കലിംഗത്തുപ്പരമണി. ഓപ്ഷൻ ബി ചിലപ്പതികാരവും മണിമേഖലയും. ഓപ്ഷൻ ഡി പത്തുപ്പാട്ടും എട്ടുത്തുകയും. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചിലപ്പതികാരവും മണിമേഖലയും. രണ്ടാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ ജനിച്ച സ്ഥലം ഏതാണ്? തിരൂർ, ചിത്തൂർ, ചേറ്റുവ, തൃശ്ശൂർ. ആൻസർ എ തിരൂർ, തുഞ്ചൻപറമ്പ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ഭാഷാ ക്ലാസ്സിൽ വാക്യതലത്തിലെ എഡിറ്റിങ്ങിൽ മുഖ്യ പരിഗണന നൽകേണ്ടത് ഏതിനാണ്? എഡിറ്റിങ്ങിലാണ് വാക്യങ്ങളുടെ അതിനകത്ത് നാം പരിഗണന കൊടുക്കേണ്ടത് ശൈലികളും പഴഞ്ചൊല്ലുകളും യഥോചിതം ഉപയോഗപ്പെടുത്തുക. എഡിറ്റിംഗ് ശരിയാക്കാൻ വേണ്ടി നാം കുറച്ച് ശൈലിയും പഴഞ്ചൊല്ലുകളും ഒക്കെ ഉപയോഗിച്ചാൽ മതിയോ? 2, വാക്യഘടനകളിൽ മാതൃകകൾ ആവർത്തിച്ചെഴുതി പഠിക്കുക. എഡിറ്റ് ചെയ്യാനായിട്ട് നാം പഠിക്കുന്നത് എങ്ങനെയാണ്? കുറേ മാതൃകകൾ ആവർത്തിച്ചെഴുതി പഠിച്ചാൽ മതിയോ? അടുത്തത്, വാക്യഘടനയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക. നമ്മളൊരു വാക്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് നല്ല നേരെയാക്കാൻ വേണ്ടി ആ വാക്യഘടനയിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കുകയാണോ? 4, വ്യാകരണ നിയമങ്ങൾ വിശദീകരിച്ച് പഠിപ്പിക്കുക. കുറേ നിയമങ്ങൾ പഠിച്ചാൽ മതിയോ? നമുക്കറിയാം, ഒരു എഡിറ്റ് ചെയ്യാനാണ്, അതിലെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ? അപ്പം ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. വാക്യഘടനയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക. 4ാമത്തെ ചോദ്യം, ഗാഥ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ ബി പാട്ട്. 5ാമത്തെ ചോദ്യം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ ഇഷ്ടദൈവമായ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ കാവ്യം ഏതാണ്? നാരായണീയം, ജ്ഞാനപ്പാന, ഹരിനാമകീർത്തനം, സന്ദർഭരാമായണം. ഏതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ കൃതി? നാരായണീയം. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അക്കിത്തം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി അച്യുതൻ നമ്പൂതിരി. അഞ്ചില്ലം എന്ന നോവൽ രചിച്ചത് ആരാണ്? സുറാബ്, ഉറൂബ്, വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പൊറ്റക്കാട്. ആൻസർ ഓപ്ഷൻ എ സുറാബ് അഞ്ചില്ലം. അമ്പലമണി എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ബാലാമണിയമ്മ, സുഗതകുമാരി, കമലാ സുരയ്യ, വിജയലക്ഷ്മി. ഓപ്ഷൻ ബി സുഗതകുമാരി. 2001 സുഭാഷ് ചന്ദ്രന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ചെറുകഥാ സമാഹാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. 16ാമത്തെ ചോദ്യം, ആദ്യത്തെ ലോക മലയാള കോൺഫറൻസ് എന്നായിരുന്നു? അതെവിടെ വെച്ച് നടന്നു? 1977 നവംബർ 1 തിരുവനന്തപുരം വെച്ചാണോ? 1980 ജനുവരി 1 കൊച്ചിയിലാണോ? 1975 ഒക്ടോബർ 15 കോഴിക്കോട് വെച്ചാണോ? 1982 നവംബർ 1 തൃശ്ശൂർ വെച്ചാണോ ആദ്യത്തെ ലോക മലയാള കോൺഫറൻസ് നടന്നത്? ആൻസർ ഓപ്ഷൻ എ 1977 നവംബർ 1 തിരുവനന്തപുരത്ത് വെച്ചാണ് ആദ്യത്തെ ലോക മലയാള കോൺഫറൻസ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ആദ്യത്തെ സന്ദേശകാവ്യം ശുഗസന്ദേശമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ആൻസർ. 12ാമത്തെ ചോദ്യം, നെഫ്താലി റിക്കാർഡോ റെയ്സ് എന്ന പേര് മാറ്റി മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ കവി ആരാണ്? ആ കവിയെ നമുക്ക് നല്ല പരിചയമുള്ള കവിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് പാബ്ലോ നെരൂദ. പാബ്ലോ നെരൂദ ഏത് പേരിലായിരുന്നു? നെഫ്താലി റിക്കാർഡോ റെയ്സ്. പേര് മാറ്റിയിട്ടാണ് പാബ്ലോ നെരൂദ എന്ന പേര് ആക്കിയത്. 13ാമത്തെ ചോദ്യം, രാമായണം ചമ്പുവിൻ്റെ കർത്താവ് ആരാണ്? മഹിഷമംഗലം, പുനന്നമ്പൂതിരി, ചെറുശ്ശേരി, മേൽപ്പത്തൂർ. ആൻസർ ഓപ്ഷൻ ബി ആണ് രാമായണ ചമ്പുവിൻ്റെ കർത്താവ്
പുനൻ നമ്പൂതിരിയാണ്. അലക്സി മക്സിമോവിച്ച് പെഷ്കോവ് എന്ന റഷ്യൻ സാഹിത്യകാരൻ ഏത് പേരിലാണ് പ്രസിദ്ധനായത്? പ്രസിദ്ധൻ തന്നെയാണ്, നമുക്ക് അദ്ദേഹത്തിന് അറിയാം. അലക്സി മാക്സിമോവിച്ച്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആൻസർ ഓപ്ഷൻ എ ആണ്, മാക്സിം ഗോർക്കിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അരക്കവി എന്നറിയപ്പെടുന്നത് ആര്? ചെറുശ്ശേരി, പുനൻ നമ്പൂതിരി, തോലൻ, വള്ളത്തോൾ. 4 ഓപ്ഷനിൽ ആരാണ് അരക്കവി എന്നറിയപ്പെടുന്നത്? പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പുനൻ നമ്പൂതിരിയാണ് അരക്കവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രിറ്റോറിറ്റ ആരുടെ ആത്മകഥയാണ്? തോമസ് കാർലൈൽ, ജോൺ റസ്കിൻ, വില്യം വേഴ്സ്വർത്ത്, ചാൾസ് ഡിക്കൻസ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജോൺ റസ്കിൻ്റെ ആത്മകഥയാണ് പ്രിറ്റോറിറ്റ എന്നുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? അടുത്ത യാത്രാ വിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വള്ളത്തോൾ വാഗ്ദേവതയുടെ പുരുഷാവതാരമാണ്. വള്ളത്തോളിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? മലയാളത്തിലെ പ്രശസ്തമായ ഒരു നിരൂപകനാണ്. ജോസഫ് മുണ്ടശ്ശേരിയാണോ, കുട്ടിക്കൃഷ്ണമാരാറാണോ, കേശവദേവ് ഉള്ളൂർ? ഇവരിലാരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുട്ടിക്കൃഷ്ണമാരാറാണ്. വള്ളത്തോൾ വാഗ്ദേവതയുടെ പുരുഷാവതാരമാണ് എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് കുട്ടിക്കൃഷ്ണമാരാർ. വർത്തമാന പുസ്തകം എന്ന കൃതിയുടെ കർത്താവാരാണ്? വർത്തമാന പുസ്തകം മലയാളത്തിലെ അടുത്ത യാത്രാ വിവരണമാണ്. അതിൻ്റെ രചയിതാവ് പാറയമ്മാക്കൽ തോമാക്കത്തനാർ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അക്ഷരം, ക്ഷരമില്ലാത്തത് അല്ലേ? അപ്പോൾ ക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? നാശമില്ലാത്തത്, മാറ്റമില്ലാത്തത്, ഒച്ചയുള്ളത്, തുടക്കമുള്ളത്. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമില്ലാത്തത് എന്നാണ് അർത്ഥം. ഓപ്ഷൻ എ. അന്ന കരനീന എന്ന പ്രസിദ്ധമായ കൃതി രചിച്ച റഷ്യൻ സാഹിത്യകാരൻ ആരാണ്? അന്ന കരനീന എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി, ലിയോ ടോൾസ്റ്റോയിയാണ് അന്ന കരനീന രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ നാടകം രചിച്ചത് ആരാണ്? ആദ്യ നാടകം രചിച്ചത് ആരാണ്? കൊച്ചുണ്ണിത്തമ്പുരാൻ, സി വി രാമൻപിള്ള, ടി സി അച്യുതമേനോൻ, വെൺമണി മഹൻ. ആരാണ് മലയാളത്തിലെ ആദ്യത്തെ നാടകം രചിച്ചത്? ഓപ്ഷൻ എ ആരാന്ന് നോക്കിയേ, കൊച്ചുണ്ണിത്തമ്പുരാനാണ്. നാടകത്തിൻ്റെ പേരെന്താണ്? കല്യാണ സൗഗന്ധികം. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? കുന്തലത. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആദ്യത്തെ നോവൽ കുന്തലതയാണ്. അത് രചിച്ചത് അപ്പു നെടുങ്ങാടിയാണ്. മലയാളത്തിലെ അടുത്ത ലക്ഷണമൊത്ത നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദുലേഖയാണ്. അത് ചന്തുമേനോൻ്റെയാണ്. 24ാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള സാഹിത്യകാരൻ ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള, എസ് കെ പൊറ്റക്കാട്, ജി ശങ്കരക്കുറുപ്പ്, എം ടി വാസുദേവൻ നായർ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ സാഹിത്യകാരൻ, മലയാള സാഹിത്യകാരൻ ജി ശങ്കരക്കുറുപ്പാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. 25ാമത്തെ ചോദ്യം, കരുണ എന്ന കാവ്യം രചിച്ചത് ആരാണ്? കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, ചങ്ങമ്പുഴ. കരുണ എന്ന കാവ്യം രചിച്ചത് ആരാണ്? കുമാരനാശാനാണ്. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ 26, രണ്ടാമൂഴം എന്ന പ്രശസ്തമായ നോവലിൻ്റെ കർത്താവാരാണ്? രണ്ടാമൂഴം എന്ന നോവൽ രചിച്ചത് ആരാണ്? കോവിലൻ, എം ടി വാസുദേവൻ നായർ, എം മുകുന്ദൻ, പെരുമ്പടവം ശ്രീധരൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, എം ടി വാസുദേവൻ നായർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി, എഴുത്തച്ഛൻ. അതൊക്കെ ഇനി ഓപ്ഷൻസ് നിങ്ങൾ കേൾക്കാതെ ഉത്തരം കിട്ടും. പാത്തുമ്മയുടെ ആട് എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ, വൈക്കം മുഹമ്മദ് ബഷീർ. ഓപ്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണിതൊക്കെ. മനുഷ്യനൊരാമുഖം എന്ന നോവൽ രചിച്ച സാഹിത്യകാരൻ ആരാണ്? സുഭാഷ് ചന്ദ്രൻ, ബെന്യാമിൻ, സന്തോഷ് ഏച്ചിക്കാനം, കെ ആർ മീര. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻസ് കേട്ടപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും.
30-ാമത്തെ ചോദ്യം, മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ പാട്ടുകൃതി ഏതാണ്? ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ ബി ആണ് രാമചരിതം. അതുപോലെ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നത് നിങ്ങൾക്ക് മനഃപ്പാഠമാക്കുവാനായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസിൻ്റെ മാതൃകകൾ ഏത് രൂപത്തിലുള്ളതാണ് എന്ന് കമൻസിലൂടെ അറിയിക്കുക. അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ നമുക്ക് പുതുതായിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും ഇടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ അത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ ചോദ്യങ്ങളുമായിട്ട് ഇനിയും വരുന്നതാണ്. വേറെ